മാർട്ടിൻ മേനാച്ചേരി ഇതൊക്കെ ഒരു മെനയുള്ള പണിയല്ലേ കേട്ടോ കാണിക്കുന്നൊന്നും. ഈ പറയുന്ന വൃത്തികേടൊക്കെ എഴുതിക്കൊണ്ട് പോവുക, എന്നിട്ട് ഈ പോൺ സൈറ്റ് കുത്തിയിരുന്ന് കാണുക, അതിന് ലിങ്ക് മൊത്തം പെൻഡ്രൈവിലാക്കി കോടതിക്ക് കൊണ്ട് കൊടുക്കുക. ഇതൊക്കെ മാധ്യമപ്രവർത്തനം എന്നാണ് താങ്കൾ വിചാരിക്കുന്നത് മാർട്ടിൻ മേനാച്ചേരി? ഫ്ലാഷ് ബാക്ക്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇത്തരം ഒരു സൈറ്റ് കാണുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇതിനെ ഫോളോ അപ്പ് ചെയ്തത്. ഇതിനെ ഫോളോ അപ്പ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ശ്വേതാ മേനോൻ ഈ സംഭവത്തിൻ്റെ ഈ ലിങ്ക് ഞാൻ അടിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ ഇത്രയും വൾഗറായിട്ട് സംഭവം കാണുകയും ഞാൻ ഒരു നിയമവിദഗ്ധരുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അല്ല, ഞാനിത് കണ്ടുകൊണ്ട് നിന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, താങ്കൾ ഒരു കുന്ന് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ടെന്നേ. താങ്കൾ ഒരു കുന്ന് ഈ പറയുന്ന 4 ഈ ബ്ലൂ വെബ്സൈറ്റ് കൊടുത്തേക്കാം അടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ താങ്കൾ ഇത് മൊത്തം തുറന്നു കണ്ടു. അത് അത്ര സാധനം താങ്കൾ ഇത് മൊത്തം തുറന്നു കണ്ടെങ്കിൽ താങ്കൾ എന്തോ ഈ പറഞ്ഞ പോൺ വെബ്സൈറ്റിന്റെ അഡിക്ഷൻ താങ്കൾക്കുണ്ട്. താങ്കൾ ചികിത്സിക്കണം. അത് വലിയ പ്രശ്നമാണത്. അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട്. എന്ത് എവിഡൻസ്? അത് പെൻഡ്രൈവിലാക്കി ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തു. പിന്നെ കോടതി കുത്തിയിരുന്ന് കാണാനാണല്ലോ പണി. താങ്കൾ കുത്തിയിരുന്നോട്ടെ ഈ വൈകൃത വെബ്സൈറ്റുകൾ കുത്തിയിരുന്ന് കാണാനാണ് കോടതിയുടെ പണി. അല്ല, അങ്ങനെയല്ല എന്റെ കർത്താവേ, എന്നാ പറ്റിയേ? അതായത് ശ്വേതാ മേനോൻ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഈ വീഡിയോസ് എല്ലാം പോൺ സൈറ്റിലുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതിന്റെ എവിഡൻസ് ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതോ ഇടിക്കുറ്റി സായന ദിനപത്രത്തിലല്ലേ? അല്ല, എനിക്ക് ഒരു സെക്കൻഡ്, ഏത് പത്രമാണെങ്കിലും RNA രജിസ്ട്രേഷൻ ഉള്ളതാണോ? ഇവൻ പൊട്ടനാണ് മുതലാളി. എവിടെ നിറങ്ങുന്ന ഇടിക്കുറ്റിയൊക്കെ പുട്ടൂറ്റൊക്കെ എവിടെ നിറങ്ങുന്ന പത്രം? അതെ, എനിക്കറിയാവുന്ന എവിഡൻസ് ആണ് ഞാൻ കൃത്യമായിട്ട് കോടതി കൊടുത്തിരിക്കുന്നത്. ഈ പത്രത്തിന്റെ പകർപ്പ്, സിൻഡിക്കേറ്റ് മീഡിയയിൽ വന്നിരിക്കുന്ന വീഡിയോയുടെ പകർപ്പ്, ഇതെല്ലാം നമ്മൾ കോടതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് വയ്യ. ഏത് പത്രത്തിന്റെ ഇടിക്കുറ്റിയോ? ഞാൻ അവർ എവിടേക്കാണോ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ആ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിരിക്കുന്ന തെളിവിന്റെ എല്ലാ രേഖകളും. താങ്കൾ പരാതിയിൽ പറഞ്ഞതാ, അതായത് പോൺ സൈറ്റുകൾ കണ്ടുണ്ടെന്ന് പ്രതി ശ്വേതാ മേനോൻ പറയുന്ന ഇടുക്കുറ്റി സായാഹ്ന ദിനപത്രത്തിൽ അച്ചടിച്ചു വന്ന ഇന്റർവ്യൂവിന്റെ കോപ്പി. ഏത് ഇടുക്കുറ്റി? എവിടുത്തെ ഇടുക്കുറ്റി? എവിടെ ഇറങ്ങുന്ന ഇടുക്കുറ്റി? IRB പ്രകാരം എത്ര കോപ്പിയുള്ള സർക്കുലേഷൻ ഇടുക്കുറ്റി? അല്ല, ഒരു കാര്യം ചോദിക്കണം. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്കെതിരെ ഒരു അപകീർത്തി വരുമ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ചിലപ്പോൾ 100 വ്യൂസേ കാണുള്ളൂ. ഈ ഒരു വ്യൂസിൽ നിങ്ങളെക്കുറിച്ച് അപകീർത്തിപരമായ രീതിയിൽ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ എനിക്കെതിരെ പരാതി കൊടുക്കുമോ ഇല്ലയോ? ഇട്ടോ നോക്ക്, അപ്പൊ അറിയാം. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.